ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾക്കറിയാം പെറ്റി ക്യാഷ് ബുക്ക് ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷന്. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് പെറ്റി ക്യാഷ്. പക്ഷേ പലപ്പോഴും പെറ്റി ക്യാഷ് ബുക്കിന്റെ അവസാന ഭാഗത്ത് അത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതുകൊണ്ട് ബാലൻസിങ് അതുവരെ എല്ലാം ശരിയായിരിക്കും, പക്ഷേ ബാലൻസിങ് ഒരു ഇഷ്യൂ കൊണ്ട് പെറ്റി ക്യാഷ് ബുക്കിന്റെ അര മാർക്കോ ഒരു മാർക്കോ നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. ആൻസർ എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷേ ചെയ്യുന്ന രീതി ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് പെറ്റി ക്യാഷ് ബുക്കിന്റെ ബാലൻസിങ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ് വളരെ സ്പീഡായിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, അവസാന ഭാഗത്ത് സാർ എങ്ങനെ ബാലൻസ് ചെയ്ത് നോക്കാം. പെറ്റി ക്യാഷ് ബുക്കിലെ എമൗണ്ടുകളൊക്കെ എഴുതി കഴിഞ്ഞു, എമൗണ്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് ടോട്ടൽ കോളത്ത് റെക്കോർഡ് ചെയ്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ലൈന് ടോട്ടൽ കോളം അടക്കം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ കോളം അടക്കം നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് കോളം ടോട്ടൽ കോളം അടക്കം നമുക്ക് ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് ലൈൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കോളത്തിനെ ഒഴിവാക്കിക്കൊണ്ട് വരയ്ക്കാം. സെക്കൻഡ് കോളം ടോട്ടൽ കോളത്തിനെ ഒഴിവാക്കിക്കൊണ്ട് വരയ്ക്കുക. അതിനുശേഷം ഒരു ടോട്ടൽ ലൈൻ, അതേപോലെ തന്നെ ക്യാഷിൻ്റെ ഭാഗത്തും ഒരു ടോട്ടൽ ലൈൻ, ഒരു ലൈൻ, ഒരു ലൈൻ, ഇങ്ങനെ കൃത്യമായിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരച്ച് നിങ്ങൾ അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസിങ്ങിലേക്ക് പോകാം. ബാലൻസിങ്ങിലേക്ക് പോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എമൗണ്ട് ബാലൻസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? നോക്കിക്കോളൂ. ഇവിടെ 4-5 ട്രാൻസാക്ഷൻ മാത്രമേ 4 ട്രാൻസാക്ഷൻ സാറേ എഴുതിയിട്ടുള്ളൂ. മൊത്തം എക്സ്പെൻസ് നമുക്കറിയാം, ക്യാഷ് റിസീവ്ഡ് 500 ആണ്. മൊത്തം എക്സ്പെൻസ് വരുന്നത് 200 ഇവിടെ റിപ്പയർസിന് വരുന്നുണ്ട്, 30 സ്റ്റേഷനറിക്ക് വരുന്നുണ്ട്, 50 കാർട്ടേജിന് വരുന്നു, 100 അതുപോലെ തന്നെ പോസ്റ്റിന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 380 ആണ് ടോട്ടൽ എക്സ്പെൻസ്. 380 ആണ് എക്സ്പെൻസ്. അപ്പം 380 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് എന്ത് കിട്ടുക, ബാലൻസ് കിട്ടുക. പെറ്റി ക്യാഷ് ബാലൻസ് കിട്ടുന്നത് 120 ആണ്. ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം നോക്കിക്കോളൂ. ബാലൻസ് മക്കൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇനി അടുത്ത സെക്ഷനിൽ നമ്മളിത് ബാലൻസ് ചെയ്യാനാണ് പോകുന്നത്. ഇനി ഇവിടെ നമ്മൾ ടോട്ടൽ ലൈൻ വരച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ 380 എന്ന് പറയുന്ന എമൗണ്ടും ക്യാഷ് കോളത്തിലെ ഈ 500 തമ്മിലുള്ള ഈ 2 കോളം തമ്മിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അതായത് ഈ കോളവും ഇവിടുന്ന് മുതലുള്ള ഈ കോളവുമാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ 500 380 നോക്കുന്ന സമയത്ത് 500 തന്നെയാണ് വലിയ എമൗണ്ട്. സോ ആ 500 നമ്മൾ ടോട്ടൽ കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. 500 ടോട്ടൽ കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. അതേ 500 ഇതാ ഇവിടെയുള്ള ടോട്ടൽ കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ വി ആർ ഗോയിങ് ടു മേക്കിംഗ് ദ ബാലൻസ്. ഈ 500 നിന്ന് നമ്മൾ 380 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് കിട്ടിയ 120 കിട്ടും. ആ 120 ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ് ജാനുവരി മന്ത് ആണെങ്കിൽ ജാനുവരി 31 ഇടുന്നു. അതിന് നേരെ ബാലൻസ് ക്യാരി ഡൗൺ റെക്കോർഡ് ചെയ്യുന്നു. ദിസ് ഈസ് ബാലൻസിങ്. അതായത് ജാനുവരി മന്തിലെ ബാലൻസ് കിട്ടി. പക്ഷേ നെക്സ്റ്റ് മന്തിലേക്ക് പോകണം. ഫെബ്രുവരി 1 ആണ്. സോ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി 1 വീണ്ടും നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ കാണിക്കുന്നു. സോ 120 നെക്സ്റ്റ് മന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ വെച്ച് പ്രോബ്ലം നിർത്തരുത്, കാരണം വീണ്ടും നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യണം. എത്രയായിരുന്നു ജാനുവരി മന്തിലെ എക്സ്പെൻസ്, അത് വീണ്ടും റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ 500 എത്തിക്കുക. വീണ്ടും നമ്മൾ സെയിം ഡേറ്റിന് ക്യാഷ് റിസീവ് ചെയ്യുന്നു. ആ ക്യാഷ് റിസീവ് ചെയ്യുന്ന നമ്മൾ എക്സ്പെൻസ് തന്നെയാണ് റിസീവ് ചെയ്യാൻ പോകുന്നത്. 380 റിസീവ് ചെയ്ത് ക്യാഷ് ബാലൻസ് 500 ആക്കി മാറ്റുന്നു. ഈ ഒരു ബാലൻസിങ് കൃത്യമായിട്ട് പെറ്റി ക്യാഷ് ബുക്കിൽ ഏത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ മക്കൾ ചെയ്തിരിക്കണം. കാരണം ബാക്കി എല്ലാവരും പല ആൻസേഴ്സിലും കാണുന്നത് ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് 380 മാത്രം ഇട്ട് വെക്കുക, ക്ലോസ് ചെയ്ത് വെക്കുക കാണാറുണ്ട്. കൃത്യമായിട്ട് ബാലൻസിങ് പ്രൊസീജിയർ നിങ്ങൾ പെറ്റി ക്യാഷ് ബുക്കിൽ ചെയ്തിരിക്കണം.